ഇല്ല. എന്തോ ഇപ്പൊ പറയുന്നേ? ഇപ്പൊ ടോപ്പിക് കംപ്ലീറ്റ് ആക്കുവാണോ? ഇല്ല ഇല്ല. പിന്നെ എന്നതാ ഇതിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്തോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ? സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ. എന്തൊക്കെയാണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചൂട് മാത്രല്ല, നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞ. വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് ഈ വണ്ടി ഇപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് വണ്ടി ഓടിച്ച ഓക്കെ, എനിക്ക് മനസ്സിലായി. വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കൈ വർക്കാവുന്നുണ്ട്, കാല് വർക്കാവുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ മാറുക. ഫോൺ വിളിക്കുമ്പോൾ കോൺസെൻട്രേഷൻ മാറുക. അങ്ങോട്ട് നമ്മൾ വിളിക്കുമ്പോ ആ സമയത്ത് അപ്പൊ ആരാ വണ്ടി ഓടിക്കുന്നത്? ഇതെല്ലാം നടക്കുന്നില്ലേ? കാലും കൈയും ഇതെല്ലാം നടക്കുന്നില്ലേ? ഉണ്ട്. നമുക്ക് അതിനുള്ള പവർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ പവറിന്റെ ഒരു 0.1% പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ചെയ്യുന്നുമില്ല, ചെയ്തിട്ടുമില്ല. 0.1% പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈഫ് അറ്റ് ഹോണിലേക്ക് സ്വാഗതം. 2026 തുടങ്ങിയിട്ട് ഇന്ന് 16 ദിവസമായിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതിലെല്ലാം, അതായത് നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിൽ വേണ്ട പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ശ്രവിക്കാം അല്ലേ മോളു? അപ്പോൾ നമ്മൾ ഒരു കാലത്ത് എഴുന്നേറ്റുണ്ടെങ്കിൽ ഒരു ചിട്ടയായ ജീവിതം നമ്മളെല്ലാവർക്കും വേണം അല്ലേ? നമ്മൾ ഇത്ര നാൾ നമ്മൾ കളിച്ച് നടന്നു, നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു, പല രീതിയിലും നടന്നു. ഇനി നമുക്ക് ഈ 2026 നമ്മുടേതായ കുറേ സ്വപ്നങ്ങളും നമ്മുടേതായ ലക്ഷ്യങ്ങളും എല്ലാം നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു 2026 ആക്കി നമുക്ക് മാറ്റാൻ ശ്രമിക്കണം അല്ലേ നമ്മൾ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം പൊടിക്കൈകളാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ ഒരു 1% അല്ലെങ്കിൽ ഒരു 0.1% നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഓപ്പൺ ഡിസ്കഷനാണ് ഞാനും അവരോട് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവങ്ങളോട് ഓരോ മതസ്ഥരുണ്ട്, ഞാൻ എല്ലാവരും പറയല്ലേ, ഏതാണെങ്കിലും ശരി, അവർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും പരാതി പറയാനാണ് അമ്പലത്തിൽ പോണത്. അത് ഒരു കോടതിയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനോ അല്ല നമ്മൾ പരാതി പറയണം. നമ്മളവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ എനിക്ക് അതെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് എനിക്ക് അത് തരണേ ഇത് തരണേ, എനിക്ക് ഞാൻ 5 പ്രാവശ്യം ചായന പ്രദക്ഷിണം ചെയ്യുക, അപ്പോൾ എനിക്ക് ഇത് തരണേ, ഞാൻ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഞാൻ തരാം, അല്ലെങ്കിൽ 1000 രൂപ ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, ആ കാര്യം ആലോചിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവമായിട്ടൊരു ഡീല് വെക്കണം. അതായത് ഒരു കുറച്ചാൾ ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ തരാം ദൈവത്തിന്, എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം വിചാരിച്ചാൽ അത് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ പോലെ ശയന പ്രദക്ഷിണം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനും ഈ പാതയിലൂടെയൊക്കെ, ഞാനാണെങ്കിലും ആരുവാണെങ്കിലും ഈ പാതയിലൂടെയൊക്കെ വന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ പറയണമല്ല, പക്ഷേ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തിയ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റീഡ് ചെയ്ത് പഠിച്ചപ്പോൾ ഗ്രഹിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ മാക്സിമം ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഇപ്പോൾ എവിടെ പോകണമെങ്കിലും ആദ്യം നമുക്കൊരു അമ്പലത്തിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം എന്തെങ്കിലും കൊടുക്കുക, ആദ്യം നമ്മൾ അർപ്പിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഞാനത് എൻ്റെ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിന് തോന്നില്ലേ? ചെയ്തിട്ടല്ലേ തന്ന ആൾക്കാർ ആദ്യം നമുക്ക് പ്രയോറിറ്റി. ആദ്യം കൊടുത്ത ആൾക്കാർക്ക് 1 ഉറുപ്പിക ഇട്ട ആൾക്കാർക്കായിരിക്കും ആദ്യം പ്രയോറിറ്റി. അത് 5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടന്നിട്ടായിരിക്കും. അപ്പോൾ പ്രയോറിറ്റി 1 രൂപ ഇട്ട ആൾക്കായിരിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ കുറേ പരാതി പറയാനോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കും അല്ലാതെ നമ്മൾ എനിക്ക് ഇത്ര ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാൽ മതി. ഈ നിമിഷം വരെ എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി. നമ്മളിപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയാച്ചാൽ മതി. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിയുമ്പം കണ്ണ് കാണാത്തവര്, ചെവി കേൾക്കാത്തവര്, നടക്കാൻ പറ്റാത്തവര് അല്ലേ, തളർന്ന് കിടക്കുന്നവര്, എന്തോരം പേരുണ്ട്. അപ്പൊ നമുക്ക് ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമല്ലേ?
പിന്നെ നമ്മുടെ ചിന്തയാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞു പോയ കാലത്തിനെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പോയാൽ അതിനെ നമുക്ക് സമയം കാണത്തുള്ളൂ. നമ്മൾ എന്തോ ചെയ്യേണ്ടത്, നമുക്ക് ഇനിയുണ്ട് നമുക്ക് ജീവിതം, മുന്നോട്ടുള്ളതിനെ പറ്റി ചിന്തിക്കുക. മനസ്സിലായോ? അത്രയധികം താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഒരു നന്ദി പറഞ്ഞാൽ 100 നന്ദി പറയാനുള്ള ഇത് നമുക്ക് ഒരുക്കി തരും. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ നന്ദി പറയും തോറും നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക ചെയ്യാം. മനസ്സിലായോ? ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഈ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തോരം അവയവങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരാൾ പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നേ ഇല്ലേ? അപ്പോൾ നമ്മൾ ഈ ശരീരത്തിനകത്തുള്ള ഓരോ അവയവത്തിനോട് പോലും നമുക്ക് പറ്റുവാണെങ്കിൽ നന്ദി പറയണം. എല്ലാവരോടും നന്ദി പറയണം. ഇപ്പം നമ്മൾ ഈ താമസിക്കുന്ന വീട്, ഇത് വാടക വീടാണെങ്കിലും അല്ല സ്വന്തം വീടാണെങ്കിലും നമുക്ക് മഴയോ വെയിലോ ഒന്നും കൊള്ളാതെ നമുക്ക് കയറിക്കിടക്കാൻ ഒരു ഇടം കിട്ടിയില്ലേ? അത് ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, അതൊരു വലിയ ഭാഗ്യമല്ലേ? പിന്നെ പിന്നെ ഉറപ്പായിട്ടും എത്രയോ പേരുണ്ട് വീടും സ്ഥലവും ഇല്ലാതെ വഴിയരികിലൊക്കെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെല്ലാം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇവരുടെയും കുറ്റം പറയാനോ കേൾക്കാനോ ഒന്നും പോകരുത്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുള്ളൂ നമുക്ക് കുറ്റം പറയാണ്ടിരിക്കാനോ കുറ്റങ്ങൾ കേൾക്കാണ്ട്. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് കുറ്റം കേൾക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. നമ്മൾ നമ്മൾ മനുഷ്യനാണ്. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു രസം, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ആവുന്നു നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, നമുക്കത് കേൾക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആഗ്രഹിക്കും. അത് അടുത്തെന്താ ആഗ്രഹിക്കും. എന്നാൽ കൂടി നമ്മുടെ ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റാൻ നോക്കണം. അതായത് എത്ര പൊട്ട ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് തീരുമാനിക്കുമ്പോഴായിരിക്കുള്ള ആ ചിന്ത വരുന്നത്. ഇപ്പം നമ്മൾ പറയണത് ചോറ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോറ് മനസ്സിൽ വന്നില്ലേ? അതേപോലെ തന്നെ നമ്മളെന്താണ് ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വിചാരിക്കരുത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ചിന്തകൾ വന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു 100 ചിന്തകൾ വേറെ വരും. അപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തകൾ വന്ന അപ്പോൾ തന്നെ ക്യാൻസൽ പറഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, എന്നാലും ഞാനിനി വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നം, വണ്ടി ഇടിക്കുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ, വണ്ടി ഇടിക്കുക നമ്മൾ ചിന്ത വരുന്നു, ഇനി നമ്മൾ വണ്ടി ഇടിക്കുമോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്യാൻസൽ പറഞ്ഞിട്ട് ഞാൻ എന്താ ആലോചിക്കേണ്ടേ എന്നൊന്ന് മനസ്സിൽ ആലോചിക്കുക. ഞാൻ എന്താ ആലോചിക്കേണ്ടേ, അപ്പോൾ ഞാൻ എന്താ ഇനി ആലോചിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സെർച്ച് എഞ്ചിനാണ് അവിടെ. അപ്പോൾ അവിടെ സെർച്ച് ചെയ്യണം ഞാൻ അടുത്ത് എന്താ. നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ നമുക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് തന്നെ വന്നുകൊണ്ടിരിക്കും. പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് തന്നെ വന്നുകൊണ്ടിരിക്കും. അതുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കുള്ളൂ അത് നടക്കുമല്ലോ. കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതായത് പോയി നമ്മളൊരു തീരുമാനം എടുക്കണ സമയത്ത് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ക്ലാരിറ്റി വേണം. കാലത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സീറോ ആണ്. അതെന്താ പറയുക, മൈൻഡിലൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഒരു ക്ലാരിറ്റി. നമ്മൾ കാലത്ത് എഴുന്നേറ്റിട്ട് നമുക്കൊരു കറക്റ്റ് പ്ലാൻ തലേദിവസം ഉണ്ടാവണം. ഞാൻ കാലത്ത് എഴുന്നേറ്റിട്ട് എവിടേക്ക് ഓടാൻ പോകേണ്ടതെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ഏത് ഡ്രസ്സാണ് യൂസ് ചെയ്യാൻ പോകണമെന്ന് നമുക്കൊരു പ്ലാൻ വേണം. നമ്മളെ ചെരുപ്പ് എവിടെയാണ് വെച്ചിട്ടുള്ളത്, നമുക്ക് എവിടെയാണ് ഏത് ഭാഗത്ത് കൂടെ പോകണം, കാലത്ത് എഴുന്നേറ്റ് എന്താ ചെയ്യണം, അതിനെ ബ്രഷ് ചെയ്ത് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ആ ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഓടാൻ പോകണം. അങ്ങനത്തെ ഒരു ചെറിയൊരു പ്ലാൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ഓട്ടം എന്തായാലും സംഭവിക്കും. മനസ്സിലായോ? അല്ലാതെ നമ്മളിപ്പോൾ ഞാനിതേപോലെ തന്നെ ചെയ്തിരുന്ന ആളാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് ചില സമയത്ത് കുറേ ലേസിനെസ് ഒക്കെ ഉണ്ട്. എന്നാൽ കൂടി എനിക്ക് മാറണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ടും പിന്നെ മാറിയാലേ ശരിയാവുള്ളൂ എന്നൊരു മൈൻഡ് ഉള്ളതുകൊണ്ടും ഞാൻ അതിനോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതായത് നമ്മളെ മടി നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ വിചാരിച്ചാലേ നമ്മൾക്ക് മാറാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ദിവസം 1% മാറ്റിയാൽ മതിയേ. നിങ്ങൾ 1% ഒരു ദിവസം മാറ്റുന്ന 365 ഡേയ്സ് 365% എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഇരട്ടി നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്നതല്ല കേൾക്കേണ്ടത്, നമ്മൾ പറയുന്നത് മനസ്സാണ് കേൾക്കേണ്ടത്. അതെ. ഇപ്പൊ മനസ്സ് പറയാ അയ്യോ ഇന്ന് ഓടാനൊന്നും പോകണ്ട, ഇന്ന് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പോയി. അതെ അങ്ങനെയുണ്ട് കേട്ടോ. അതുണ്ട്. അത് മനസ്സിനെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി ആ സമയത്ത് നമ്മുടെ ലൈഫിലെ സക്സസ്സിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ചു എന്നുള്ളതാണ്.
നമ്മുടെ എന്തുവാ ഓരോ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മെസ്സേജ് അയക്കാനോ അല്ലെ വിളിച്ച് വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനോ ഒന്നും പാടില്ല. അതേപോലെ നമ്മളും മറ്റുള്ളവരുടെ വേസ്റ്റ് ബോക്സ് ആവരുത്. നമ്മൾ അവർ പറയുന്നത് കേട്ട് നമ്മളെന്തിനു വിഷമിക്കണം? ഇപ്പം ഒരാൾ നമ്മളോട് പറയുക എനിക്കിങ്ങനെ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇങ്ങനെ പറഞ്ഞ് അയാളുടെ മനസ്സിൻ്റെ ഭാരം നമ്മുടെ അടുത്തോട്ട് ഇറക്കി വെക്കുക. അപ്പം നമ്മളതിരുന്ന് ചിന്തിക്കും, ഓ എന്നാലും അയാൾക്ക് അങ്ങനെ ആയി പോയല്ലോ, ഇല്ലേ? അപ്പം നമുക്ക് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ നെഗറ്റീവ് എല്ലാം കേട്ടിട്ട് മനസ്സിലായോ? നെഗറ്റീവ് അഫർമേഷൻ കേൾക്കുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടെ കേൾക്കുക, ഇതിൽ കൂടെ വിടുക, ഇതിൽ കൂടെ കേൾക്കുക, ഇതിൽ കൂടെ വിടുക. നമ്മുടെ ബ്രെയിനിൽ അത് നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം, നമുക്കൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ആവും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പറയും, വെറുതെ എന്താ പറയാ, വെറുതെ പറയും. നമ്മളിപ്പോ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ അതേ കാലത്ത് എഴുന്നേറ്റ് തന്നെ ഓരോരുത്തരുടെ സ്വഭാവം അല്ലെ ന്യൂസ് കാണുന്നത്. ഇപ്പൊ ന്യൂസിൻ്റെ അകത്ത് വേണ്ടാത്ത എന്തോരം ന്യൂസ് വരുന്നുണ്ട്, അല്ലേ? അപകടം. അപ്പൊ നമ്മൾ ശരിയാ, അത് നമ്മൾ ഒരു സിനിമ ശരിയാട്ടാ, ഒരു സിനിമ ഉണ്ടായാലും നമുക്ക് എഫക്ട് വരാറുണ്ട്. സിനിമ കണ്ടാല് അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ചിലത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് അങ്ങ് പതിയും. അത് പതിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെ ഒരു പക്ഷെ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങനെ ഒരു പവറുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യണ്ടേ? വേറെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വരുന്നത്? മാനിഫെസ്റ്റ് ചെയ്ത് ഒരാഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആയിരിക്കണം, നമ്മൾ നമ്മുടെ ഈഗോ എല്ലാം കളഞ്ഞ് നമ്മളൊരു സാധാ ഒരു മനുഷ്യൻ, ആരോടും വൈരാഗ്യമില്ല, വെറുപ്പില്ല, ദേഷ്യമില്ല, അങ്ങനത്തെ ഒരു മൈൻഡാക്കി എടുക്കണം നമ്മൾ. ദൈവത്തിനെ പോലെ. ദൈവത്തിനെ പോലെ നമുക്ക് ആവാൻ പറ്റുമോ? പറ്റും. നമ്മുടെ മനസ്സിൽ ഒന്നിനോടും ആരോടും ഒരു വെറുപ്പില്ല, ദേഷ്യമില്ല, എല്ലാവരോടും നന്ദി, എല്ലാവരോടും സ്നേഹം. ഫസ്റ്റ് നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കണം. എന്നിട്ട് നെക്സ്റ്റ് മൈൻഡ് ക്ലിയർ ആക്കി നമ്മളും ദൈവമായിട്ടുള്ള അകലം, ഗ്യാപ്പില്ലേ, അത് കുറച്ചുകൊണ്ട് വരണം. അതായത് കാലത്തെയും വൈകിട്ടും നമ്മൾ ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് ദൈവത്തിനെ എന്തിനാണ് വിശ്വസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ മുഖം തന്നെ ഇങ്ങനെ, എൻ്റെ ചിരി കൊള്ളത്തില്ല, എൻ്റെ കണ്ണ് കൊള്ളത്തില്ല, കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഓരോരോ കുറ്റങ്ങൾ തന്നെ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ കണ്ണാടി നോക്കി നമ്മുടെ കുറ്റങ്ങൾ തന്നെ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മുകളിലിരിക്കുന്ന ആൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. അങ്ങനെ തന്നെ ആവട്ടെ, നിനക്ക് എന്നാ വേണ്ട അത് അങ്ങനെ തന്നെ ആവട്ടെ. റിഫ്ലക്റ്റ് ചെയ്യുക നമ്മുടെ മിററിൽ കൂടെ. അതെ, തഥാസ്തു. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. അതേസമയം ഞാനിപ്പോ ഒരു കണ്ണാടി നോക്കിയിട്ട് ഞാൻ എന്താ ചിന്തിക്കുന്നത്, എൻ്റെ കണ്ണ് എന്ത് ഭംഗിയാ, എൻ്റെ മൂക്ക് നോക്കിയാൽ നല്ല ഭംഗിയിലിരിക്കുന്നു, എൻ്റെ ചിരി നോക്കി അടിപൊളിയാ, സൂപ്പറാ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് സൂപ്പറായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറും. തഥാസ്തു. പിന്നെ നമ്മൾ തന്നെ മറ്റേ ഇത് കൂട്ട് ആരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ലൈഫും അല്ല, നമ്മുടെ ഇപ്പം ശരീരമാണേലും എന്താണേലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. നമുക്ക് ദൈവമായിട്ടൊരു ഇത് തന്നിട്ടുണ്ട്, നമ്മൾ അതിൽ നന്ദി പറയാ വേണ്ടുന്നത്. നമുക്ക് ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ? നമ്മൾ അത്ര വലിയ സംഭവമാണോ, നമുക്ക് കൂടുതൽ അറിയാവുന്നോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ നിങ്ങളുമായിട്ട് ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഓക്കെ. ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ മൈൻഡ് എങ്ങനെയായിരുന്നു, ഞാൻ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞതോർത്ത് എപ്പോഴും ചിന്തിക്കുന്നു, കഴിഞ്ഞതോർത്ത് വിഷമിക്കുന്നു, അങ്ങനെ നടന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് ഞാൻ എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത പഴയത് ചിന്തിച്ചോണ്ടിരുന്നാൽ എനിക്ക് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ ജീവിതം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിന്തിക്കണം. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ ഉള്ള എൻ്റെ ലൈഫും എൻ്റെ കൂടെയുള്ള ലൈഫ് പാർട്ട്ണറും എൻ്റെ കൊച്ചും എല്ലാം സന്തോഷത്തോടെ ഇരിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ നെഗറ്റീവായിട്ട് കഴിഞ്ഞതും ഓർത്ത് വിഷമിച്ചിരിക്കുന്നു, എന്നിട്ട് ആ ഒരു ദേഷ്യത്തിൽ പോയി വാവേനോട് വഴക്കുണ്ടാക്കുന്നു, കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് എന്തോ നേടുന്നു, ഒന്നും നേടുന്നില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കുറച്ച് നാൾ മുമ്പ് മാളുവിന് ഈ സംഭവമൊക്കെ ഉണ്ടായത്. എന്തെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോയി വന്നതിന് ശേഷമാണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ നമ്മളോട് തീർക്കും. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു അങ്ങനെ നമ്മൾ മാറിയത് മോളും മാറാനുള്ള റീസൺ എന്തായിരുന്നു മോളും? എനിക്കിപ്പോൾ മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഇല്ലേ? അതെ അതെ അതുണ്ട് കേട്ടോ. എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ ഇങ്ങനെയൊക്കെ എന്തോ പറയുന്നത്, ഞാൻ വിചാരിച്ച എൻ്റെ ലൈഫ് അടിപൊളിയാക്കാം. പക്ഷേ ആ ഒരു മാറ്റത്തിൽ കൂടെ നീ ചെറുതായിട്ട് മാറിയപ്പോൾ എല്ലാവരും അതായത് ഒരു വീട്ടിലെ ഒരു പെണ്ണ് അതെ അതെ നല്ല രീതിയിലും നല്ല സന്തോഷത്തോടെയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫുള്ളും ആ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കും. അതെ. അപ്പം ആദ്യം മാറേണ്ട തന്നെ ആ വീട്ടിലെ സ്ത്രീയാണ്. അതെ, നമ്മൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കെങ്കിലും പക്ഷേ ഇപ്പോൾ കുറേ അതായത് നമ്മളെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ കുറേ കാര്യങ്ങൾ പഠിച്ചതിലൂടെ ഉണ്ടാവും. അതായത് നമുക്ക് കുറേ അറിവുണ്ടായതിലൂടെയാണ്. അതായത് മാള് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അതെനിക്ക് ഇവിടെ പറഞ്ഞു തന്നു, ഞാനത് നോക്കി, ഞാനും അതിന് കുറച്ച് ഫോക്കസായി. അതിനുശേഷം ഉണ്ടായിരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഗുഡ് 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 അല്ലേ മാളു? ഇപ്പം നമ്മൾ ലൈഫ് പാർട്ട്ണറെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കഴിയുമ്പം ആൾക്കും ഒരു സന്തോഷം ഇല്ലേ? ഇപ്പോൾ ഞാൻ വാവ എന്തെങ്കിലും ചെയ്യുമ്പോൾ വാവേനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വാവയ്ക്ക് അതൊരു മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ? നമ്മൾക്ക് ശരിക്കും അത് കേൾക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുമല്ലോ, ഇപ്പം നമ്മൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, ഇത് പറയാനായിട്ട് നമുക്ക് വലിയ കാലംപിടുത്തം ബലംപിടുത്തം ആവശ്യമില്ല. നമുക്കൊരു താങ്ക്സ് പറയാം, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു, നമ്മളിപ്പോൾ ഒരു താങ്ക്സ് പറയുന്നതുകൊണ്ട് നമുക്കൊന്നും എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഇല്ല, ഒന്നും പോകാനില്ല. പക്ഷേ അത് ആരും ചെയ്യത്തില്ല, അത് അവർക്കൊരു കുറച്ചിൽ പോലെ തോന്നാം. അതൊക്കെ മനസ്സിലാക്കട്ടെ. എന്നാൽ ലൈഫിൽ ലൈഫ് പാർട്ട്ണറായിട്ട് ഇങ്ങനെ നല്ലൊരു റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് പോകണമെങ്കിൽ, അതായത് നല്ലൊരു റിലേഷനിൽ പോകണമെങ്കിൽ, നല്ലൊരു സൗഹൃദം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. അതിലുപരി ഇവർ രണ്ടുപേരും അപ്രിഷിയേറ്റ് ചെയ്യണം. ഒരു ദിവസം പറ്റുവാണെങ്കിൽ ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു അടിച്ചു പൊളിച്ച് ഡാൻസ് ഒക്കെ കളിക്കുക, അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ? ഫുള്ള് പോസിറ്റീവ് ആയിരിക്കും, ഫുൾ അടിപൊളിയായിരിക്കും. അങ്ങനെയൊക്കെ മാറ്റണം നമ്മൾ ലൈഫ്. ചുമ്മാ എപ്പോഴും നെഗറ്റീവും പിന്നെ എന്തുവാ ടെൻഷനും പാസ്റ്റും എല്ലാം ഓർത്തോണ്ടിരുന്നാൽ അങ്ങനെ ഓർക്കാനേ നമുക്ക് സമയമുള്ളൂ. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ ലൈഫ് മാറ്റാനായിട്ട് അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെന്താ മോള്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ കുറേ കാര്യങ്ങളും കൂടെ ഇനിയും പറയാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അതിനനുസരിച്ച് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞങ്ങൾ പുതിയ യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റാന്നൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വേണ്ടി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ.